ഹായ് ഋതി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് കിട്ടിയൊരു അറിവ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും ഉറപ്പായിട്ടും. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വള്ളി ഉണ്ടല്ലോ, ഈ വള്ളി ഇതിനു വേണ്ടി കുറേ പേര് എൻ്റെ വീട്ടിൽ വരാറുണ്ട്. ഇത് വീട്ടിലുള്ളൊരു വള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് കുറേ ആളുകൾ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അത്ര പ്രാധാന്യമുണ്ട് ഈ ഒരു വള്ളിക്ക്. ഇതിൻ്റെ പേരെന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. ഇവിടെ ഷുഗർ വള്ളി എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ ഇതിനൊരു പേര് ഞാൻ കേട്ടത് ചക്കരക്കൊള്ളി എന്ന്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 2 ദിവസം മുമ്പ് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത്, ഞാൻ തനിച്ചുള്ള സമയത്ത് ഒരു ചെറിയൊരു മോള് ഈ ഒരു സാധനത്തിന് വേണ്ടി വന്ന് എന്നോട് വന്ന് പറഞ്ഞു, ചേച്ചി എനിക്ക് ചക്കരക്കൊള്ളി വേണമെന്ന്. അപ്പോൾ ഞാൻ ഈ ചക്കരക്കൊള്ളി എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ഞാൻ എന്താണെന്ന് പിന്നെയും ചോദിച്ചിട്ടോ. അപ്പോൾ ചക്കരക്കൊള്ളി ഞാൻ ചോദിച്ചാൽ അതെന്താ മോളെന്ന് ചോദിച്ച്. അപ്പോൾ മോളെനിക്ക് മരത്തിലേക്ക് കാണിച്ചു തന്നതാണ് സാധനം എന്ന്. അങ്ങനെ ഞാൻ ആ മോളോട് ചോദിച്ചു, മോളോട് ആരാ ഇതിന് ചക്കരക്കൊള്ളി എന്നുള്ള പേര് പറഞ്ഞു തന്നതെന്നൊക്കെ ചോദിച്ചാലോ അവൾ പറഞ്ഞു അവളെ ഉപ്പ പറഞ്ഞു തന്നതാണെന്ന്. അങ്ങനെ ആ ഒരു പേരും കൂടി ഞാൻ കേട്ട് പരിചയമുണ്ട്. അങ്ങനെ 2 പേരാണ് എനിക്കറിയാവുന്നത്, ഷുഗർ വള്ളിയും ചക്കരക്കൊള്ളിയും. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു സാധനത്തിന് എന്താ പേര് എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ ചിലർ പറയുന്നുണ്ട് ഇത് ചിറ്റാമൃതാണെന്നൊക്കെ. പക്ഷേ ഇത് ചിറ്റാമൃതമല്ല എന്നാണ് ഇവിടെ അച്ഛൻ പറയുന്നത്. ചിറ്റാമൃതം എനിക്കറിയില്ല എന്താണെന്ന്, ഞാൻ കേട്ട് പരിചയമുള്ളൂ, കണ്ടിട്ടില്ല. അച്ഛൻ പറയുന്നത് ഇത് ചിറ്റാമൃതമല്ല എന്നാണ്. അപ്പോൾ ഷുഗറിന് ഏറ്റവും നല്ലൊരു സാധനമാണ് കേട്ടോ ഇത്. ഷുഗർ വന്നിട്ട് കണ്ണിൻ്റെ കാഴ്ച വരെ നഷ്ടപ്പെട്ട ഒരാളുണ്ട് ഞങ്ങളെ അടുത്ത്. അവരെ മോളാണ് ഇവിടെ വന്നത്. അപ്പോൾ അവർ ഇതിപ്പോൾ ഉപയോഗിച്ചിട്ട് എത്രയോ ഷുഗർ കുറവുണ്ട്. അപ്പോൾ അവരെ നാട്ടിൽ നിന്ന് ഉപയോഗിച്ചതിന് ശേഷം ഇവിടെ വന്ന് കൂടിയതാട്ടോ, പറത്തതാണ്. അവരങ്ങനെ ഇവിടെ ഈ സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നതാണ്. അങ്ങനെ അവർ കൊണ്ടുപോകാറുണ്ട് സ്ഥിരമായിട്ടിത്. അപ്പോൾ എത്രയോ വ്യത്യാസം അവർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനം കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയാം കേട്ടോ. പിന്നെ ഈ ഒരു വള്ളി ഞാനിതൊക്കെ വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ച് 2 ദിവസം കഴിഞ്ഞ വീഡിയോ വോയിസ് വന്നിട്ടില്ല. അത് ഫോണിലെടുത്ത് വെച്ച് 2 ദിവസം കഴിഞ്ഞ സമയത്ത് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ മുറ്റത്ത് ഇത് അപ്പാടെ വീണ് കിടക്കുന്നത്. ഇത് നമ്മൾ പടർത്തിയിരിക്കുന്നത് റംബൂട്ടാൻ്റെ മന്ദാരത്തിൻ്റെ മുകളിലായിട്ടാണ്. അപ്പോൾ റംബൂട്ടാൻ പകുതി വെച്ച് കേടുണ്ടായിരുന്നു. ആ റംബൂട്ടാൻ പകുതി വെച്ച് മുറിഞ്ഞു പോയി. അപ്പോൾ ഇതൊക്കെ മുകളിലേക്കുള്ള ഭാഗങ്ങളൊക്കെ നശിച്ചു പോയിട്ടോ. ഇപ്പം വീഡിയോ നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാം. ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു വീഡിയോ കൂടി. മുറിഞ്ഞു മുറ്റത്ത് കിടക്കുന്ന അച്ഛനത് വെട്ടി മാറ്റുന്നത് നോക്കാം. അപ്പോൾ താഴോട്ടുള്ള ഭാഗം മാത്രം ഇപ്പം നിലവിലുണ്ട്. പിന്നെ ബാക്കിയുള്ള ഭാഗം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആൾക്കാർ വരുമ്പോൾ കൊടുക്കാനായിട്ട്. അത് മുറിഞ്ഞു പോയാലും അതിൻ്റെ പച്ചപ്പ് നഷ്ടപ്പെട്ടില്ല, അത് വാടാതിരിക്കുന്നുണ്ട്. അപ്പോൾ അതെത്ര നമുക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതാ കണ്ടില്ലേ, മുറിഞ്ഞു പോയി കിടക്കുന്നത്. ഇങ്ങനെ അപ്പടി അത് പോയിട്ടുണ്ട്. നല്ല സാധനമാണ്, മരുന്നിനേക്കാളും നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്ന സാധനമാണ്. പക്ഷേ നല്ല കയ്പ്പാണെന്നൊക്കെ കുടിക്കുന്നവർ പറയുന്നത് കേട്ടോ. ഇത് ഇറക്കണേൽ കുറച്ച് പണിയുണ്ട്. ഞാൻ പറഞ്ഞത് കഴിച്ചവരൊക്കെ നല്ല കയ്പ്പുള്ള സാധനമാണെന്ന്. ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കാണുന്ന ഇതിൻ്റെ ഈ വള്ളി ഉണ്ടല്ലോ, ഞാൻ ക്ലിയറായിട്ട് കാണാം കേട്ടോ. ഇത് റംബൂട്ടാനും അതും കൂടി അതിനെക്കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അച്ഛനൊക്കെ വെട്ടി റെഡിയാക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഇല. ഇപ്പോൾ റെഡിയിൽ മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ശരിക്കും ഇതിൻ്റെ ഇല. ഈ ഹൃദയത്തിൻ്റെ ചിഹ്നമുള്ള അതാണ് കേട്ടോ ഇല. ഇതാണ് ഇതിൻ്റെ വള്ളി. ഇത് ഒരു കഷ്ണം എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെയുള്ള ആ മുള്ള് പോകണുള്ള സാധനമല്ലേ, അത് നമ്മൾ ഒരു കത്തി കൊണ്ട് ഒരിത്തിരി ഒരു ഭാഗം എടുത്താൽ നമുക്ക് അത് ചുറ്റി എടുത്ത് കളയാൻ പറ്റും. അത് പോക്കിയതിന് ശേഷം ഇത് ഒരു ചെറിയൊരു അമ്മിക്കല്ലിട്ട് ചെറുങ്ങനെ കുത്തിയിട്ട് സാധാ വെള്ളത്തിലിട്ട് വെക്കുക തലേന്ന്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ആ വെള്ളം നമ്മളെടുത്ത് വെറും വയറ്റിൽ കുടിക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഷുഗർ കുറയുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇനി വേറെ ഒരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.